ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെറ്റു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ 1 സാമുവൽ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുമുള്ള 30ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: അവസാനത്തെ ന്യായാധിപൻ ആര്? ഓപ്ഷൻസ്: എ സാവൂൾ, ബി സാമുവൽ, സി ദാവീദ്. ഉത്തരം ബി സാമുവൽ. 2. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഏലി സാമുവലിനോട്, ബി ഏലി ഹന്നായോട്, സി ഏലി എൽക്കാനയോട്. ഉത്തരം ബി ഏലി ഹന്നായോട്. 3. ചോദ്യം: ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തത്? ഓപ്ഷൻസ്: എ പുരോഹിതനായ ഏലിയുടെ, ബി പുരോഹിതന്മാരായ ഹോഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും, സി പിതാവായ ദൈവത്തിൻ്റെ. ഉത്തരം എ പുരോഹിതനായ ഏലിയുടെ. 4. ചോദ്യം: സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ഷീലോ മിസ്പ, ബി എബനേസർ അഫേക്ക്, സി ദാൻ ബേർഷബ. ഉത്തരം ഓപ്ഷൻ സി ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞു. 5. ചോദ്യം: അവൻ വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു. ആര്? ഓപ്ഷൻസ്: എ ഹോഫ്നിയും ഫിനെഹാസും, ബി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ, സി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഉത്തരം ബി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. 6. ചോദ്യം: ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ മഹത്വം, ബി പകർച്ചവ്യാധികൾ, സി പടയാളികൾ. ഉത്തരം എ മഹത്വം. 7. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി എവിടേക്കാണ് ഉയർന്നത്? ഓപ്ഷൻസ്: എ നഗരത്തിൽ, ബി ആകാശത്തിലേക്ക്, സി ഇസ്രായേലിൽ. ഉത്തരം ബി ആകാശത്തിലേക്ക്. 8. ചോദ്യം: ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് എങ്ങനെ ആകരുത്? ഓപ്ഷൻസ്: എ സന്തോഷത്തോടെ, ബി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട്, സി വെറും കൈയോടെ. ഉത്തരം സി വെറും കൈയോടെ. 9. കർത്താവിൻ്റെ പേടകം കണ്ടപ്പോൾ അത്യധികം ആനന്ദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ഫിലിസ്ത്യർ, ബി തദ്ദേശവാസികൾ, സി ബേത്ത്ശമേഷിലെ ജനങ്ങൾ. ഉത്തരം സി ബേത്ത്ശമേഷിലെ ജനങ്ങൾ. 10. 1 സാമുവൽ 6:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഓപ്ഷൻസ്: എ സങ്കീർത്തനം 76:7, ബി സങ്കീർത്തനം 77:6, സി സങ്കീർത്തനം 77:8. ഉത്തരം എ സങ്കീർത്തനം 76:7. 11. ചോദ്യം: കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നത് ആര്? ഓപ്ഷൻസ്: എ ഗത്തിലെ ജനങ്ങൾ, ബി ഇസ്രായേൽ ജനം, സി മിസ്പായിലെ ജനം. ഉത്തരം ബി ഇസ്രായേൽ ജനം. 12. പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. ആര്? ഓപ്ഷൻസ്: എ ബേത്ത്ശമേഷിലെ ജനങ്ങൾ, ബി അഷ്ദോദിലെ ജനങ്ങൾ, സി കീഴടങ്ങിയ ഫിലിസ്ത്യർ. ഉത്തരം സി കീഴടങ്ങിയ ഫിലിസ്ത്യർ. 13. സാമുവൽ റാമായിൽ നിർമ്മിച്ചതായി പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: എ കർത്താവിന് ഒരു ബലിപീഠം, ബി നഗരത്തിന് ഒരു കോട്ട കെട്ടി, സി ദേവാലയം. ഉത്തരം എ കർത്താവിന് ഒരു ബലിപീഠം. 14. ചോദ്യം: ജീവിതകാലമത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തിയത് ആര്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി സാവൂൾ, സി ദാവീദ്. ഉത്തരം എ സാമുവൽ. 15. 6:19 സമാനമായ പഴയ നിയമഭാഗം ഏത്? എ ന്യായാധിപൻ 10:16, ബി പുറപ്പാട് 14:24, സി സംഖ്യ 4:20. ഉത്തരം സി സംഖ്യ 4:20. 16. ചോദ്യം: എൽക്കാന വർഷം തോറും ഷീലോയിൽ നിന്ന് ബലിയർപ്പിക്കാനായി പോയിരുന്നത് ആരെ ആരാധിക്കാനാണ്? ഓപ്ഷൻസ്: എ കർത്താവിനെ, ബി സർവജ്ഞനായ കർത്താവിനെ, സി സൈന്യങ്ങളുടെ കർത്താവിനെ. ഉത്തരം സി സൈന്യങ്ങളുടെ കർത്താവിനെ.
17-ാമത്തെ ചോദ്യം, ഏലി ഹന്നായോട് നീ എത്ര നേരം ഉന്മത്തയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഹന്ന ഞാൻ കർത്താവിനോട് എന്ത് പകരുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻസ് എ ഹൃദയ വിചാരങ്ങൾ, ബി ഹൃദയ വികാരങ്ങൾ, സി ഹൃദയ അഭിലാഷങ്ങൾ. ഉത്തരം ബി ഹൃദയ വികാരങ്ങൾ. 18-ാമത്തെ ചോദ്യം, ഭൂമിയുടെ അടിത്തൂണിൻ മേൽ കർത്താവ് എന്തിനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് എ ഭൂമിയെ, ബി ലോകത്തെ, സി സകലത്തെയും. ഉത്തരം ബി ലോകത്തെ. 19-ാമത്തെ ചോദ്യം, കർത്താവ് തൻ്റെ അഭിഷിക്തന്റെ മേൽ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എ പ്രബലനാക്കും, ബി ശക്തി കൊടുക്കും, സി ശിരസ്സുയരുമാറാക്കും. ഉത്തരം സി ശിരസ്സുയരുമാറാക്കും. 20-ാമത്തെ ചോദ്യം, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻസ് എ 1 സാമുവൽ 2:30, ബി 1 സാമുവൽ 2:26, സി 1 സാമുവൽ 2:35. ഉത്തരം എ 1 സാമുവൽ 2:30. 21-ാമത്തെ ചോദ്യം, കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് വിളി കേട്ടത്? ഓപ്ഷൻസ് എ ഇതാ ഞാൻ, ബി ഞാൻ ഇതാ, സി അങ്ങയുടെ ദാസൻ ഇതാ കേൾക്കുന്നു. ഉത്തരം ബി ഞാൻ ഇതാ. 22-ാമത്തെ ചോദ്യം, ഹെബ്രായരുടെ ഉഗ്ര അട്ടഹാസം കേട്ട ഫിലിസ്ത്യർ പാളയത്തിൽ എന്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ വാഗ്ദാന പേടകം, ബി ദൈവത്തിൻ്റെ പേടകം, സി ദേവന്മാർ. ഉത്തരം സി ദേവന്മാർ. 23-ാമത്തെ ചോദ്യം, സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. ഏത് നഗരത്തെ? ഓപ്ഷൻസ് എ അഷ്ദോദ്, ബി ഗത്ത്, സി എക്രോൺ. ഉത്തരം സി എക്രോൺ. 24-ാമത്തെ ചോദ്യം, പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ 4-ാമത്തെ ആർക്ക് വേണ്ടിയായിരുന്നു? ഓപ്ഷൻസ് എ ഗാസ, ബി ഗത്ത്, സി അഷ്കലോൺ. ഉത്തരം ബി ഗത്ത്. 25 ഇസ്രായേല്യർ മിസ്പായിൽ ഒന്നിച്ചുകൂടിയപ്പോൾ രണ്ടാമത് ചെയ്തത് എന്ത്? ഓപ്ഷൻസ് എ വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു, ബി കർത്താവിനെതിരായി പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞു, സി ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഉത്തരം സി ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 26-ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ പേടകവും സ്വർണ്ണയുരുപ്പിടികളും താഴെ ഇറക്കിയ ശേഷം ബേത്ശമേഷിലെ ജനങ്ങൾ എന്തെല്ലാം ബലികളാണ് അർപ്പിച്ചത്? ഓപ്ഷൻസ് എ ദഹനബലി, പ്രായശ്ചിത്ത ബലി, ബി പാപപരിഹാര ബലി, ദഹനബലി, സി ദഹനബലി ഇതര ബലികൾ. ഉത്തരം സി ദഹനബലി ഇതര ബലികൾ. 27-ാമത്തെ ചോദ്യം, ഫിലിസ്ത്യർ ഇസ്രായേല്യർക്ക് തിരികെ കൊടുത്തത് ഏത് ദേശമാണ്? ഓപ്ഷൻസ് എ എക്രോൺ മുതൽ ഗാസ വരെ, ബി എക്രോൺ മുതൽ ഗത്ത് വരെ, സി എക്രോൺ മുതൽ ബഥേൽ വരെ. ഉത്തരം ബി എക്രോൺ മുതൽ ഗത്ത് വരെ. 28-ാമത്തെ ചോദ്യം, സമാധാനമുണ്ടായത് ആരൊക്കെ തമ്മിലാണ്? ഓപ്ഷൻസ് എ ഇസ്രായേല്യരും അമോര്യരും തമ്മിൽ, ബി ഇസ്രായേല്യരും മൊവാബ്യരും തമ്മിൽ, സി ഇസ്രായേല്യരും ഏദോമ്യരും തമ്മിൽ. ഉത്തരം എ ഇസ്രായേല്യരും അമോര്യരും തമ്മിൽ. 29-ാമത്തെ ചോദ്യം, സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും നീതിപാലനം നടത്തിയത് എവിടെ? ഓപ്ഷൻസ് എ മിസ്പായിൽ, ബി ഗിൽഗാലിൽ, സി ഇസ്രായേലിൽ. ഉത്തരം സി ഇസ്രായേലിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 30-ാമത്തെ ചോദ്യം, സാമുവൽ എവിടെയാണ് കർത്താവിന് ഒരു ബലിപീഠം പണിതത്? ഓപ്ഷൻസ് എ റാമായിൽ, ബി എഫ്രാത്തയിൽ, സി മിസ്പായിൽ. ഉത്തരം എ റാമായിൽ. ലോഗോസ് ക്വിസിനായി പഠിക്കുന്നവർ നന്നായി ഒരുങ്ങുക. ഓക്കെ, താങ്ക് യു.